ഇന്തോനേഷ്യയിലെ ബാലിയിൽ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ ഞങ്ങളെ അവിടുത്തെ സംസ്കാരപ്രകാരം അവർ ഇവിടുത്തെ ചെമ്പകപ്പൂമാല എടുത്തിട്ട് എല്ലാവരും എന്താ പറയുക ഹാരം അണിയിച്ച് പിന്നെ അവിടുത്തെ പിന്നെ ഗൈഡ്, അതായത് നമ്മൾ ഉത്തമ എന്നാണ് ഞങ്ങളുടെ ബസ്സിൻ്റെ പേര്. ആ ബസ് ട്രാവൽസിൻ്റെ പിന്നെ ആൾക്കാർ ഞങ്ങളെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവർ ആ മാലയിട്ടിട്ട് ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് കണ്ടത്. കാരണം ഇങ്ങനെ ഒന്ന് മുമ്പ് ഒരു വീഡിയോയിലോ കണ്ടിട്ടില്ല. ഞാൻ നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവില്ല. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആ മാല സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ മാലയിലിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് റിജിനും ഇട്ട് കൊടുത്ത്. അപ്പോൾ റിജിനോട് ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ എടുക്കണോ, എന്നിട്ട് അങ്ങനെ റിജിനും വീഡിയോ എടുക്കേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 43 ആൾക്കാരുണ്ട്. ആ 43 ആൾക്കാർക്കും മാലയിട്ട് എന്നിട്ട് ഞാനിങ്ങ് കാത്തു നിൽക്കുന്നുണ്ട്. എനിക്കും കൂടി മാലയിട്ട് എൻ്റേതും വീഡിയോയിൽ വരേണ്ടിയിട്ടാണ്. എന്നിട്ട് അങ്ങനെ എല്ലാവരും ഇട്ട്. ഞാൻ പക്ഷേ എല്ലാവരും മാല കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ മാല കഴിച്ചിട്ടൊന്നുമില്ല. അത് ഹോട്ടലിൽ എത്തുന്നത് വരെ ഈ മാല ഇട്ടിട്ട് തന്നെയാണ് ഞാൻ നടന്നിരുന്നത്. പിന്നെ അന്ന് എല്ലാം എന്താ പറയുക, ടൂറ് 5 ദിവസം ബാലിയിലുണ്ടായിരുന്നു. 5 ദിവസം കഴിയുന്നത് വരെ ഞാൻ അവിടെ ഒരു ലൈറ്റ് ലാമ്പിൽ ഞാനതിങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ ഞാനിത് നാട്ടിലെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബാഗിൽ വെച്ചിട്ട് കൊണ്ടുവന്നില്ല. എനിക്ക് അത്രയും കൗതുകമായിരുന്നു. അവിടെയുള്ള യാത്രയിൽ മൊത്തം ഈ പൂ ചൂടിയിട്ട് പലരെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആകൃതിയുള്ള ക്ലിപ്പുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പൂവപ്പം ഞാൻ ദിവസവും ചൂടും. ഇതിൻ്റെ മുറ്റത്ത് ഹോട്ടല് സിസ്ബെൽ ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ മുറ്റത്ത് വലിയ 2 ചെമ്പക മരമുണ്ട്. അവിടുന്ന് പൂ പറിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പേരാണ് ഇത് സിസ്ബെൽ ഹോട്ടൽ. അപ്പോൾ സിസ്ബെൽ ഹോട്ടലിൻ്റെ മുന്നിൽ 2 ചെമ്പക മരമുണ്ട്. അവിടെ നിന്ന് എല്ലാ ദിവസവും പൂ പറിച്ച് തലയിൽ വെക്കും. ഞാൻ മാത്രമല്ല, ഹോട്ടലിലുള്ള പലരും. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ സിസ്ബെൽ ഹോട്ടലിലെ പിന്നെ എന്താ പറയുക റൂം. അപ്പോൾ റൂമിൽ പിന്നെ ഇത് കാണിച്ചു തരുന്നതാണ്. ഇത് ഒരു എന്താ പറയുക ഫ്രിഡ്ജുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഷെൽഫുകളെ കൊണ്ട് നിറഞ്ഞിട്ടാണ്. എല്ലായിടത്തും ഷെൽഫുകൾ തന്നെയാണ്. ഞാനും രജനി ടീച്ചറുമാണ് ഈ റൂം പങ്കുവെച്ചത്. ഇത് ഇവിടെ ഒക്കെയുണ്ട്. 2 സിംഗിൾ ബെഡാണ്. അപ്പോൾ അതൊക്കെയായിട്ട് നല്ല വിശാലമായ റൂം തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്ത് വന്നപ്പോൾ എടുത്തില്ല. പോകുന്നതിന് മുമ്പ് ഇതൊക്കെ കാണിച്ചു തന്നിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഹോട്ടലിൻ്റെ വരാന്ത, അതേപോലെ തന്നെ ഹോട്ടലിൻ്റെ റൂം, ബാത്റൂം ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ടീച്ചറെല്ലാം പാക്ക് ചെയ്തിട്ട് കൂടെയുള്ളവരെ നോക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാലിയിൽ നിന്ന് ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ ഓക്കെ.